ഹലോ, നമസ്കാരം. അൻവർ ഏത് രീതിയിലാണ് നിലമ്പൂരിനെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചാൽ അത് അൻവറിനും അറിയില്ല, നിലമ്പൂരിലെ ജനങ്ങൾക്കും അറിയില്ല, അല്ലെ? ഇപ്പൊ കുറെ ആൾക്കാർ ചോദിക്കുന്നത്, അതായത് സഖാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അൻവർ എന്ത് ചെയ്തു, നിലമ്പൂരിൽ അൻവർ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. ആരാ ചോദിക്കുന്ന അറിയോ? സഖാക്കള്. അതാ വലിയ രസം. സഖാക്കളെ കീഴിലായിരുന്നു അൻവർ ഉണ്ടായിരുന്നത് 9 വർഷം, അല്ലെ? എന്നിട്ട് ആ സഖാക്കൾ ഇപ്പൊ ചോദിക്കാണ് നിലമ്പൂരിൽ അൻവർ എന്ത് ചെയ്തു എന്ന്. ഇതാണ് രാഷ്ട്രീയം. മനസ്സിലായി നിങ്ങൾക്ക്? ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ സുഹൃത്ത്, അകന്നു കഴിഞ്ഞാൽ ശത്രു. റൈറ്റ്? അപ്പൊ അൻവർ എന്ത് ചെയ്തു എന്നുള്ളത് സഖാക്കൾ തന്നെ ആരോട് ചോദിക്കുന്നു? നിലമ്പൂരിലെ ജനങ്ങളോട് ചോദിക്കുന്നു. അപ്പൊ ഇതുപോലെ 140 നിയോജക മണ്ഡലത്തിലെ MLA കൂറുമാറി അല്ലെങ്കിൽ എന്തെങ്കിലും ആവുകയാണ് ചെയ്യുകയാണെങ്കിൽ ഈ MLA ഈ സഖാക്കൾ തന്നെ ചോദിക്കും തിരിച്ച്, അല്ല സഖാക്കളെ നിങ്ങൾ എന്ത് ചെയ്തു? അപ്പോ ജനങ്ങൾ വിഡ്ഢികളാണ്. ഇപ്പം അൻവറിനെ സംബന്ധിച്ചിടത്തോളം ജയിക്കുക എന്നുള്ളത് അൻവറിന്റെ ഒരു ആവശ്യമായി മാറിയിട്ടുണ്ട്. കാരണം ആദ്യം DMK പോയി, പിന്നെ തൃണമൂൽ കോൺഗ്രസ് പോയി, ഇപ്പൊ അതിൽ നിൽക്കണം. അതിന്റെ ഇടയിൽ സഖ്യകക്ഷിയായി പോകാൻ വേണ്ടിയിട്ട് കുറെ ശ്രമം നടത്തി, പരാജയപ്പെട്ടു. സതീശൻ എന്ത് ചെയ്തു? രക്ഷയില്ല മോനെ, നീ ഇങ്ങോട്ട് വരണ്ട, കാരണം നീ എന്നെ കള്ളനാക്കിയവനാണ്, കർണാടകയിൽ നിന്ന് പണം കേരളത്തിലേക്ക് കയറ്റി എന്ന് പറഞ്ഞവനാണ്, അതുകൊണ്ട് നിന്നോടുള്ള ചങ്ങാത്ത് എനിക്ക് വേണ്ട, നീ ഞാനുള്ള പാർട്ടിയിലേക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ അൻവറിനെ വിമർശിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ എന്നെ കാണണ്ട, അൻവറിനെ അനുകൂലിക്കുന്ന ഒരാളായിട്ടും നിങ്ങൾ എന്നെ കാണണ്ട. ഞാൻ ആരാ അനുകൂലിക്കുന്നില്ല, ഒരു നിഷ്പക്ഷവാദി എന്നുള്ള നിലക്ക് നിലമ്പൂരിന്റെ രാഷ്ട്രീയം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 99% അൻവർ ജയിക്കുമെന്ന് പറയുന്നവരാണ്, അൻവർ ജയിക്കണം എന്ന് പറയുന്നവരുമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിലമ്പൂരിന്റെ രാഷ്ട്രീയം നമ്മൾ നോക്കുകയാണെങ്കിൽ, അതിന്റെ ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം നമ്മുടെ ബാപ്പുട്ടിയെ ഞാൻ അറിയും, ഈ അൻവർ ഖാനെ ഞാൻ അറിയും, പിന്നെ BJPയുടെ നേതാവിനെയാണ് എനിക്ക് വലിയ പരിചയമില്ലാത്തത്. ഇപ്പത്തെ മറ്റു 2 സ്ഥാനാർത്ഥികൾ എനിക്ക് അടുത്ത പരിചയമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ബാപ്പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ബാപ്പുട്ടി നല്ലൊരു വ്യക്തിയാണ്, അത് നമുക്കറിയാം, നല്ലൊരു മനുഷ്യനാണ്. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത് ഫസ്റ്റ് നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതാണ്. പിന്നെ രാഷ്ട്രീയപരമായിട്ട് പറയുമ്പോൾ ബാപ്പുട്ടി എന്തായാലും ഒരു ലീഗുകാരനല്ല. അപ്പോ ലീഗ് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ്. ലീഗ് പറയാണ് ഞങ്ങൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, മറ്റു രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ CPM-ലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സുഹൃത്ത് ബന്ധം അവിടെ നിൽക്കുകയാണ്. മനസ്സിലാവുണ്ടോ? മുമ്പ് ഒരു പ്രാവശ്യം ലീഗ് CPM-നൊപ്പം ചങ്ങാത്തം കൂടിയതുമാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ നമ്മുടെ ആര്യാണം ഷൗക്കത്ത് ഖാൻ, നമ്മുടെ ബാപ്പുട്ടിയും ലീഗിനെ ആവശ്യത്തിനും അത്യാവശ്യത്തിനും ആവശ്യത്തിലേറെയും അത്യാവശ്യം നല്ലതുപോലെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ചീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് എന്ത് പാണക്കാട് തങ്ങന്മാർ പറയുന്നത് ഞങ്ങൾ അനുസരിക്കുകയാണോ എന്നുള്ളത് പിന്നെ നമ്മുടെ ഷൗക്കത്ത് ഖാന്റെ ഉപ്പച്ചി മരിച്ചുപോയ നമ്മുടെ ആര്യാണം മുഹമ്മദ് ഖാൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ രാഷ്ട്രീയത്തില് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയം ഒരിക്കലും എന്തില്ല, അവർക്ക് കാലാകാലം അതിൽ തന്നെ നിൽക്കണമെന്ന് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ചിന്തയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെയും അതിൽ അഡിക്റ്റ് ആയിട്ട് ഞാൻ ജനിച്ചത് മുതൽ മരണം വരെ CPM ആണ്, ഞാൻ ജനിച്ചത് മുതൽ മരണം വരെ കോൺഗ്രസ് ആണ്, ലീഗാണ്, ഞാൻ ജനിച്ചിട്ടുന്നേ വരെ പിന്നെ ലീഗിനല്ലാതെ കോണിക്കല്ലാതെ വോട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കൈപ്പത്തിക്കല്ലാതെ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നവരും, അരിവാളിനല്ലാതെ വോട്ട് ചെയ്തിട്ടില്ല, ജയിച്ചാലും തോറ്റാലും എന്റെ വോട്ട് അരിവാളിന്, എന്റെ വോട്ട് കോൺഗ്രസിന്, ലീഗിന് എന്നൊക്കെ പറഞ്ഞ് തന്റേതായ മഹിമ, തന്റേതായ പൊങ്ങച്ചം പറഞ്ഞ് നടക്കുന്ന സാധാരണ അടിത്തട്ടിലെ സാധാരണക്കാരായ ആൾക്കാരാണ്. നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, സാധാരണക്കാരായ വോട്ടർമാരോടാണ് സുബൈർ ബാബു ഇന്ന് സംസാരിക്കാനുള്ളത്. കാരണം നമുക്ക് അൻവർ ഖാനെ മാത്രം നോക്കിയാൽ മതി. അൻവർ ആദ്യം CPM-ലായിരുന്നു, അന്ന് കോൺഗ്രസിനെ നല്ലതുപോലെ ചീത്ത പറഞ്ഞു. പിന്നെ DMK-ക്ക് പോയി, തമിഴ്നാട്ടിൽ പോയി, നടന്നില്ല. പിന്നെ കോൺഗ്രസിലേക്ക് പോയി, കോൺഗ്രസ് എടുക്കുന്നില്ല. അപ്പോ അൻവർ ഖാന്റെ രാഷ്ട്രീയം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പിന്നെ മൂപ്പൻ എന്തായി, ഒരു പ്രാവശ്യം മൂപ്പരനെ അവിടെ രാജിവെച്ച്, ആ രാജിവെച്ച ആള് പിന്നെ അവിടെ ജനവിധി തേടാൻ പാടില്ലല്ലോ, അത് വേറൊരു വിഷയം. നോക്കുമ്പോ പറയുമ്പോ പറഞ്ഞല്ലോ നമ്മൾ, ഇതിന്റെ നെഗറ്റീവും പോസിറ്റീവ് രണ്ടും പറയണം. അതാണ് ശരിക്കും ഒരു നിഷ്പക്ഷവാദിയുടെ ഒരു ബൈറ്റ്, അങ്ങനെ ആയിരിക്കണം. അപ്പം ഒരു പ്രാവശ്യം ഇവിടുത്തെ ഈ CPM-നോടുള്ള ആ വെറുപ്പും വിദ്വേഷം കാരണമാണ്, അല്ലെങ്കിൽ ആ വനമേഖലയിൽ നടത്തുന്ന CPM വേണ്ട രീതിയിൽ ഇടപെടാത്തത് കാരണമാണ് അദ്ദേഹം രാജിവെച്ചത് എന്നാണ് അദ്ദേഹം ഇപ്പൊ അവകാശപ്പെടുന്നത്. എന്നിട്ട് അദ്ദേഹം ഇനി ഞാൻ മത്സര രംഗത്തില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു, അല്ലെ? പിന്നെ അദ്ദേഹം പറഞ്ഞ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല, ആ സ്ഥാനാർത്ഥിയെ മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ പ്രശ്നം ഉണ്ടാക്കിയത്. UDF ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ UDF അത് മാറ്റൂലല്ലോ. UDF-ന്റെ ആ ഒരു സിസ്റ്റം അത് നമ്മൾ അങ്ങനെയാണ്, ഏതൊരു പാർട്ടിയായാലും. ഇപ്പൊ സുബൈർ ബാപ്പുവിന്റെ ഒരു സംഘടന ഉണ്ടെങ്കിൽ
സുബൈർ ബാപ്പു നിർമ്മിച്ച സംഘടനയാണെങ്കിലും ശരി, അത് സംഘടനാ ബേസിൽ പോകുമ്പോൾ സുബൈർ ബാപ്പുവിന്റെ തീരുമാനത്തിന് അവിടെ വാലിഡില്ല. അതിലെ മുൻതൂക്കം എന്തിനാണോ അത് നടപ്പിലാക്കണം. അതിന് സുബൈർ ബാപ്പു എന്ത് വേണം? അംഗീകരിച്ച് കൊടുത്തോളണം. അതിൽ ഇഷ്ടമല്ലെങ്കിലും അത് ആ സംഘടനയുടെ കെട്ടുറപ്പിന് വേണ്ടി നമ്മൾ അംഗീകരിച്ചു കൊടുക്കും. അതാണ്. അല്ലെങ്കിൽ എന്താവും? സംഘടന അവിടെ പിളരും. അത് പിളരാതിരിക്കാൻ വേണ്ടി പല ത്യാഗങ്ങളും പല നേതാക്കന്മാരും ചെയ്യാറുണ്ട്. അപ്പോ അങ്ങനെ പല ത്യാഗങ്ങളും ചെയ്ത് പല പ്രശ്നങ്ങളിലും ഇടപെട്ട് ഈ അൻവറിനെ എല്ലാവരും ഉൾക്കൊള്ളിച്ച് പോകണമെന്നാണ് കരുതുന്നത്. അപ്പൊ UDF-ലെ എന്താ പറഞ്ഞത്? UDF നേതാക്കന്മാരെന്താ പറഞ്ഞത്? ഈ ആര്യാട് ഷൗക്കത്തിനെ പറഞ്ഞതൊക്കെ ഒന്ന് പിൻവലിക്ക്, എന്നിട്ട് വാന്ന് പറഞ്ഞു. അത് ഒരിക്കലും എന്തില്ല, ഇയാൾ പിൻവലിക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഞാനൊരു റിയൽ എസ്റ്റേറ്റ് മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, റിയൽ എസ്റ്റേറ്റ് ബ്ലോഗറാണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു മേഖലയിൽ തന്നെ നിങ്ങൾ കാണുന്നതല്ലേ. അപ്പൊ നമുക്ക് ഈ കക്കാടംപൊയിൽ പറഞ്ഞ സ്ഥലത്ത് അൻവർക്കാക്ക് ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്. ചുരുങ്ങിയത് എന്റെ കാഴ്ചപ്പാടിൽ ഏകദേശം ഒരു 100 ഏക്കർ ഭൂമി എന്തായാലും കാണണം അദ്ദേഹത്തിന്. ഇപ്പൊ അദ്ദേഹത്തിന് ഞാൻ കേട്ടതാണ് 300 ഏക്കർ വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ കേട്ടത്. കാരണം അദ്ദേഹത്തിന്റെ ആസ്തി 52 കോടിയാണ് അദ്ദേഹം നമ്മുടെ പത്രികയിൽ കാണിച്ചിട്ടുള്ളത്. ഈ 52 കോടി മുതലുണ്ടെങ്കിൽ അതിനുള്ള പ്രോപ്പർട്ടി കാണിച്ചിട്ടുണ്ടാവുമല്ലോ, എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. സുതാര്യമായിട്ടുള്ള കണക്കാണത് അദ്ദേഹത്തിന്റെ പേരിലുള്ളത്. അദ്ദേഹത്തിന്റെ പേരിൽ അല്ലാത്തത് വേറെ ഉണ്ടാവും. അപ്പോൾ 300 ഏക്കർ ഇപ്പൊ വാങ്ങിയെന്നാണ് ഞാൻ കേട്ടത് കക്കാടംപൊയില്. സത്യമാണെന്ന് എനിക്കറിയില്ല കേട്ടോ 100%. പക്ഷേ കക്കാടംപൊയിൽ അദ്ദേഹത്തിന്റെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു, ഒരു വാട്ടർ പാർക്ക് അല്ലെ. അത് UDF-ന്റെ നേതൃത്വത്തിൽ, ആര്യാട് ഷൗക്കത്ത് ഖാന്റെ നേതൃത്വത്തിലാണ് പൊളിച്ചത് എന്നാണ് പൊതുവെയുള്ള ചർച്ച. അപ്പൊ നമ്മള് ആ ഒരു പാർക്ക്, കാരണം ഇന്ന് നിങ്ങൾക്ക് അറിയാലോ കക്കാടംപൊയിൽ പക്ക ടൂറിസ്റ്റ് മേഖലയാണ്. കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും സാമ്പത്തിക സ്രോതസ് കണ്ടെത്താൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് ഏരിയയാണ് കക്കാടംപൊയിൽ. ആ ഒരു കക്കാടംപൊയിലിനെ പോലും അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്ന റോഡ്, ഞാൻ നിങ്ങളോട് കറക്റ്റ് പറയണമെങ്കിൽ അതിന്റെ വീഡിയോസ് മുഴുവൻ എടുത്തു. കാരണം ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം കക്കാടംപൊയിൽ പോകുന്ന ആളാണ് ഞാൻ. കാരണം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, കാരണം പാർട്ടിയെ കൊണ്ട് പോകാറുണ്ട്. അപ്പൊ ആ കണക്കിനാണ് ഞാൻ പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്ന റോഡ് ഉണ്ടല്ലോ, കക്കാടംപൊയിൽ ടൗൺ കഴിഞ്ഞിട്ട് ഏകദേശം 1/2 കിലോമീറ്ററോളം ആ റോഡ് അടിപൊളി റബ്ബറൈസ്ഡ് റോഡാണ്. നേരെ മറിച്ച് മലപ്പുറം ജില്ലയിലെ നമ്മുടെ നിലമ്പൂര് നമ്മുടെ ചന്തക്കുന്നിൽ നിന്ന് അകമ്പാടം റൂട്ടിൽ നിങ്ങൾ കക്കാടംപൊയിലേക്ക് ഒന്ന് പോയിട്ടുണ്ടോ? ആ റോഡ് ഇത്ര ഒരു ദുർഘടം പിടിച്ച റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മലപ്പുറം ജില്ലയോട് പുച്ഛം തോന്നും ആ റോഡ് കാണുമ്പോൾ. അത് മലപ്പുറം ജില്ലക്കാരോട് ചെയ്യുന്ന ഒരു ദേഷ്യമായിട്ട് നിങ്ങൾ ആരും കാണണ്ട. കാരണം അത് അൻവറിനോടുള്ള ഒരു പകയായിട്ടാണ് ഞാൻ കാണുന്നത്, മലപ്പുറം ജില്ലക്കാരോടുള്ള പകയല്ല. കാരണം അൻവർ എന്ന രാഷ്ട്രീയ നേതാവിനോടും റിയൽ എസ്റ്റേറ്റ് നേതാവിനോടും കാണിക്കുന്ന ഏറ്റവും വലിയ ശത്രുതയാണത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കോഴിക്കോട് ജില്ലക്കാര് ആ റോഡിനെ വളരെ ഭംഗിയായിട്ട് കക്കാടംപൊയിൽ ടൗൺ കഴിഞ്ഞ് കക്കാടംപൊയിൽ, അതായത് കോഴിക്കോട് ജില്ലയുടെ ബോർഡർ വരെ ആ റോഡിനെ സൂപ്പറായിട്ട് റബ്ബറൈസ്ഡ് റോഡാക്കി നിർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ നിലമ്പൂരിൽ നിന്ന് കക്കാടംപൊയിലേക്ക് പോകുന്ന റോഡ് എന്തുകൊണ്ട് റബ്ബറൈസ്ഡ് ആക്കുന്നില്ല? ആ റോഡിൽ ഒരു കാറ് പോയി കഴിഞ്ഞാൽ മറ്റൊരു കാറിന് പോകാൻ പറ്റുന്നില്ല. ഒരു KSRTC ഒരു ബസ് പോയി കഴിഞ്ഞാൽ വേറെ കാറ് വരാൻ സൈഡാക്കിട്ട് കൊടുക്കണം. എത്ര ദുർഘടം പിടിച്ച റോഡാണിത്. അതൊക്കെ അൻവറിനോടുള്ള മാത്രം പകയാണ്. പക്ഷേ ഈ അൻവറിനോടുള്ള പക കാണിക്കുന്നത് ഈ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽപ്പെട്ട ആൾക്കാരോട് കൂടിയാണ് നിങ്ങൾ ഈ ഒരു പക കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അൻവറിനോടുള്ള പക എവിടെ തീർക്കുന്നുണ്ട്? ഒരു റോഡ് മുതൽ അൻവറിന്റെ പാർക്ക് വരെയുള്ള സ്ഥലങ്ങൾ വരെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. കക്കാടംപൊയില്, വെണ്ടേക്കാംപൊയില് ഈ ഭാഗത്തൂടെ പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും റോഡ് എത്ര മോശമാണ് എന്നുള്ളത്, അല്ലെ? ഇത് അൻവറിനോടുള്ള ഒരു പകയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോ ആ ഒരു പക ഒഴിവാക്കിയിട്ട് ടൂറിസ്റ്റ് മേഖലയെ എപ്പോഴും എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. സത്യത്തിൽ ഞാൻ നിങ്ങളോട് പറയാലോ, ഞാൻ കക്കാടംപൊയിലേക്ക് അരീക്കോട് വൈക്കാൻ പോകാറുള്ളത്. കാരണം എനിക്ക് പേടിയാണ്. നമ്മളെ കാറും കൊണ്ടുപോകാം, ഒറ്റക്ക് കൊണ്ടുപോകാം. എനിക്ക് പേടിയാ ആ റോഡ് കൂടെ പോകാൻ. കാരണം ഒരു കാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കയറ്റുന്നൊക്കെ നല്ല കുത്തനുള്ള കയറ്റാ. ആ കയറ്റുന്നൊക്കെ ഒരു കാറ് നമ്മള് ഒന്ന് താഴോട്ടൊന്ന് മേലോട്ടും വരികയാണെങ്കിൽ ക്രോസ് ചെയ്ത് കൊടുക്കാൻ 2 കാറിനുള്ള സ്പേസ് പോലും ഇല്ല, വീതി കുറഞ്ഞ റോഡ്. അപ്പൊ ഇതൊക്കെ അൻവർ എന്ന രാഷ്ട്രീയ നേതാവിനോടുള്ള പകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? എനിക്ക് പറയാനുള്ളത്, ഞാൻ വീണ്ടും പറയാണ്, ഞാൻ അൻവറിന്റെ ആളെന്നോട് സംസാരിക്കുന്നില്ല. ഞാൻ ആര്യാട് മുഹമ്മദിന്റെ ആളുമല്ല, സ്വരാജിന്റെ ആളുമല്ല. നിങ്ങൾക്ക് അറിയില്ല ഞാൻ ആരാളാന്നുള്ളത്, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നമ്മളെ പാർട്ടി എന്തായാലും അവിടെ ഒരു 10,000-ന് മേലെ വോട്ട് പിടിക്കാൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സാധ്യത കുറവാണ്. 10-11,000 വോട്ട് പിടിക്കുന്നുള്ള വിശ്വാസം ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാല്, ഇപ്രാവശ്യം അവിടെ ആര് ജയിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ കറക്റ്റ് കുത്തി ജയിക്കുകയാണെങ്കിൽ, സപ്പോസ് അങ്ങനെ ജയിക്കുകയാണെങ്കിൽ, അൻവർ ജയിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കേരള രാഷ്ട്രീയത്തിന്റെ അവസ്ഥ? അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞേ. കമന്റ് എഴുതുന്നുണ്ടോ നിങ്ങൾ? കമന്റ് എഴുതുകയാണെങ്കിൽ വായിക്കട്ടോ. ഇപ്പൊ ആരും കമന്റ് ഒന്നും കണ്ടില്ല. ഇപ്പോൾ ബിസിനസ് എങ്ങനെ പോകുന്നു, അടിപൊളിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഹിന്ദിയിലാണ് അയാളുടെ പേര് എഴുതിയുള്ളത്, അതുകൊണ്ട് ഹിന്ദി എനിക്ക് അത്ര തന്നെ സംസാരിക്കാൻ അറിയാം, വായിക്കാൻ അത്ര തന്നെ അറിയില്ല. മഞ്ചേരിയിലുള്ള എന്റെ സുഹൃത്താന്ന് തോന്നുന്നുണ്ട് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് ഹിന്ദിയിലാണ് എഴുതിയിട്ടുള്ളത്. പേരെന്താ എഴുതിയിട്ടുള്ളത്? സാബിറോ എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്,
നിലവില് അൻവർ ജയിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിലമ്പൂർ രാഷ്ട്രീയം അല്ലെങ്കിൽ കേരള രാഷ്ട്രീയം എങ്ങോട്ടായിരിക്കും? അൻവർ ജയിച്ചാൽ അൻവറിനെ UDF-ലേക്ക് എടുക്കുമോ? ഇപ്പോഴത്തെ ഒരു ആവശ്യം അൻവറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജയിക്കുക എന്നുള്ളതാണ് ആവശ്യം. കാരണം അൻവറിനെ തള്ളി പറഞ്ഞ ആൾക്കാർ തന്നെ അൻവറിനെ മാടി വിളിക്കണം. അലിക്ക പറയുന്നു അൻവർ സാഹിബ് ജയിക്കുമെന്നാണ് അലിക്ക പറയുന്നത്. അതാ ശരിക്കും അവിടെ ചാൻസ് ഞാനും അങ്ങോട്ട് തന്നെയാണ്, അൻവറിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഈ ചാൻസ്. കാരണം അൻവർ ഇപ്പൊ പറയുന്നുണ്ടല്ലോ എന്റെ അടുത്ത് ഒറ്റ പൈസ അല്ല, നയാ പൈസ അല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സത്യത്തിൽ നിങ്ങൾക്ക് അറിയാം മലപ്പുറം ജില്ലയിൽ മാത്രം അൻവർ ഖാന്റെ ആസ്തി എത്രയെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം? അദ്ദേഹം 52 CR 52 കോടി ഇട്ടുണ്ട്. അതൊന്നും ആവില്ല കണക്ക്. എത്ര സംരംഭങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. അൻവറിനോട് മുട്ടാൻ പറ്റുന്ന ഇപ്പൊ ആര്യാടം ഷൗക്കത്ത് എത്ര 9 കോടി 10 കോടിയുടെ ആസ്തിയുള്ള അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന്റെ 5 ഇരട്ടി ആസ്തിയുള്ള ആളാണ് അൻവർ അല്ലേ? അത് കുറെ പ്രോപ്പർട്ടി ജപ്തി ആയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. കാരണം വെച്ചാല് അൻവർ ഖാന്റെ നമ്മളെ കക്കാടംപൊയിലെ പാർക്കൊക്കെ ജപ്തി ഭീഷണി തന്നെയാണ്. കാരണം അത് ഓപ്പൺ ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം. അപ്പൊ അദ്ദേഹം ജയിച്ചു വന്നാൽ ആ റോഡ് നന്നാവുന്നും നമുക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. സമീർ പറയുന്നു ഷൗക്കത്ത് ജയിക്കുന്നുള്ളത്, അൻവർ ജയിക്കുന്ന പറയുന്നുണ്ട് അഷ്റഫ്. അപ്പൊ ഒരാള് എന്താണ് അൻവർ സാദത്ത് എന്താ പറയുന്നത് പോടാ ഊളെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് അവനെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരായിരിക്കും. അപ്പം അങ്ങനെ ഉണ്ട്. സംസ്കാരമില്ലാത്ത മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ സംസ്കാരം എന്ന് പറയുന്നു. പക്ഷെ മലയാളികൾക്കാണ് തീരെ സംസ്കാരമില്ലാത്ത ജന്തുക്കളെ എന്ന് പറയുന്നത് മലയാളികളാണ്. സംസ്കാര ശൂന്യന്മാര് ചില മലയാളികൾ, എല്ലാവരും ഒന്നുമില്ല. അപ്പൊ അതിൽ പെട്ട ഒരാളാണ് അൻവർ സാദത്ത്. ഓക്കെ, സന്ദീപ് പറയുന്നു, സന്ദീപ് തന്നെയല്ലേ? സന്ദീപ് പറയുന്നു എന്താണ് അതിന് ജയിക്കണ്ടേ സംഖ്യ ചേട്ടാ. എന്നെ സംഖ്യയാണ്, നമ്മളിന് സംഖ്യ അല്ലാന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലല്ലോ. ഈ സംഖ്യ എന്ന് വിളിച്ചാലും എനിക്കൊരു വിഷയമല്ല. അങ്ങനെയെങ്കിലും അറിയപ്പെടുന്നുണ്ടല്ലോ നമ്മൾ അങ്ങനെ സംഖ്യ ആയിട്ടെങ്കിലും നമ്മളെ തിരിച്ചറിയുന്നുണ്ടല്ലോ. നിങ്ങളിപ്പോ സഖാക്കളായിട്ടും അതുപോലെ മൂരികളായിട്ടും കൊങ്കികളായിട്ടും നിങ്ങൾ അറിയാതെ എത്ര ആൾക്കാരുണ്ട്. എന്നെ സംഖ്യ ആയിട്ടും റിയൽ എസ്റ്റേറ്റുകാരനായിട്ടൊക്കെ പല ആൾക്കാർ അറിയുന്നുണ്ട്. നിങ്ങൾ അതിന് നിങ്ങളൊരു ചാൻസ് ഇല്ലല്ലോ. എന്നെ വിമർശിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാമെന്ന് വെച്ചാൽ നമ്മളൊരു 100 ആൾക്കാർ കൂടുന്നിടത്ത് എന്തായാലും ഒരു 4-5 ആൾക്കാർ എന്നെ തിരിച്ചറിയും. നിങ്ങൾ 100 ആൾക്കാർ കൂടുന്നിടത്ത് നിങ്ങൾ ആരെയും തിരിച്ചറിയാറുണ്ടോ? പറ, ഇല്ലല്ലോ. അൻവർ സാദത്ത് എത്ര പെഗ്ഗടിച്ചു? ഞാൻ പെഗ്ഗടിക്കാറില്ല കുട്ടാ. മോഹൻ ജോർജ് ജയിക്കുന്നവരുണ്ട്. നമ്മുടെ സുനിൽ കുമാർ, മോഹൻകുമാർ ജയിക്കണമെന്നാണ് ആഗ്രഹം, പക്ഷെ ആയിട്ടില്ല. കാരണം വെച്ചാൽ നമ്മുടെ പ്രവർത്തനം കുറച്ചുകൂടി ഉഷാറാക്കിയെടുക്കണം. പക്ഷെ ഒരു വോട്ട് കിട്ടിയാലും കഴിഞ്ഞ ഇലക്ഷനിലേറെ ഒരു വോട്ട് കിട്ടിയാലും BJP സംബന്ധിച്ചിടത്തോളം BJP ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്ന സിസ്റ്റമാണ് അല്ലെ? അതൊരു ജയം തന്നെയാണല്ലോ. ഒരു വോട്ടിംഗ് പെർസെന്റേജ് കൂടുമ്പോൾ അൻവർ ജയിക്കുന്നതാണ് കൂടുതൽ ആൾക്കാരും നമ്മളെ ഈ ഒരു വീഡിയോനകത്ത് പറയുന്നത്. ആര് ജയിച്ചാലും ഞാൻ ആ മണ്ഡലക്കാരനല്ല, ഞാൻ തൊട്ടടുത്ത വണ്ടൂർ മണ്ഡലക്കാരനാണ്. പക്ഷെ അൻവർ എന്ന വ്യക്തിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആ ഒരു രീതിയിലല്ല, ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്. അൻവർ എന്ന വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അൻവർ ജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അവിടെ ഉപകാരം കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വഴിക്കടവ് ഭാഗത്ത് പോകുമ്പോൾ അവിടെ കുറെ ആൾക്കാരോട് ഞാൻ ചോദിച്ചിരുന്നു എങ്ങനെയുണ്ട് ഇവിടെ നിങ്ങൾ മുൻ എം എൽ എ അൻവർ, അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചപ്പോൾ അൻവർ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ റോഡൊക്കെ കോൺക്രീറ്റ് ആയത്, ഞങ്ങൾ ഈ റോഡ് ടാറിംഗ് ആയത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആവശ്യങ്ങൾ ജനങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. കാരണം വെച്ചാൽ നമ്മളെ നിലമ്പൂർ മണ്ഡലം എന്നുള്ളത് അത്യാവശ്യം എന്താ പറയാ വനമേഖല കൂടുതലുള്ള ഒരു മണ്ഡലമാണല്ലോ. അപ്പൊ എന്താ വെച്ചാൽ റോഡുകളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞത് ഭയങ്കര റെയറാണ്. കാരണം വെച്ചാൽ ഇപ്പം പഞ്ചായത്തിന്റെ ഒരു നിയമപ്രകാരം 3 വീടുകൾ മിനിമം വേണം എന്നൊക്കെ പറയും. പക്ഷേ ഈ 3 വീടുകൾ കിട്ടണമെങ്കിൽ നമ്മളിപ്പോ വയനാട്ടിൽ നിന്ന് നമ്മളെ കോഴിക്കോട് നിന്ന് വയനാട്ടിൽ പോകുന്ന പോലെയാണ്. ആ ചുരത്തിന്റെ അവിടെ ഒറ്റ വീടുണ്ടാവില്ലല്ലോ. അപ്പൊ അതേപോലെ ഈ ഭാഗത്ത് ഒരു വീടുണ്ടെങ്കിൽ പിന്നെ 500 മീറ്റർ കഴിഞ്ഞിട്ടാകാരം 3 വീടുണ്ട് കിടക്കുക. അപ്പൊ അതിലേക്ക് ഫണ്ട് വിടുക എന്ന് പറഞ്ഞത് ഭയങ്കര ഭാരിച്ച ചെലവായിരിക്കും സർക്കാരിന്, പഞ്ചായത്തിനായാലും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് MLA ഫണ്ടും ബ്ലോക്കിന്റെ ഫണ്ടും എല്ലാം ഉപയോഗിച്ച്, പഞ്ചായത്തിന്റെ ഫണ്ടൊക്കെ ഉപയോഗിച്ച് അൻവർ അങ്ങോട്ട് ഒരു ക്രോഡീകരണം നടത്തി ഒരുപാട് പുരോഗമനം ആ ഭാഗത്തേക്ക് വരുത്തിയിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് കേട്ടോ. ഞാൻ അൻവറിന്റെ ആളല്ല, നിങ്ങൾക്ക് അറിയല്ലോ. നമുക്ക് ഒരാളെയും എന്ത് ചെയ്യണ്ട, വെള്ള പൂശേണ്ട ആവശ്യമില്ല. പക്ഷേ എന്റെ ഒരു മനസ്സ് പ്രകാരം അവിടെ രസം ഉണ്ടാവണമെങ്കിൽ, അതായത് പൊളിറ്റിക്സിൽ നമുക്കൊരു ഇത് കിട്ടണല്ലോ, ഒരു ത്രില്ല് കിട്ടണമെങ്കിൽ അൻവർ ജയിക്കണം. മറ്റത് രണ്ടും എന്താണ് തറവാടികളാണ്, UDF ആയാലും LDF ആയാലും. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഒറ്റക്കാണ്, സ്വതന്ത്രനാണ്. അൻവറിന് എത്ര വോട്ട് കിട്ടിയാലും അത് അൻവറിനുള്ള മാത്രമുള്ള അംഗീകാരമാണ്. അത് UDF-നും അവകാശപ്പെടാൻ പറ്റില്ല, BJP-ക്ക് അവകാശപ്പെടാൻ പറ്റില്ല, പിന്നെ ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. ഒരു പാർട്ടിക്കും
അൻവറിന്റെ വിജയത്തിൽ ഒരു പാർട്ടിക്കും അവകാശപ്പെടാൻ പറ്റില്ല. പിന്നെ ഇവർ തോറ്റു കഴിഞ്ഞാൽ പറയും അൻവറിന്റെ UDF മറിച്ചു, LDF മറിച്ചു എന്നുള്ളതൊക്കെ പറയും. യൂസഫ് ചോദിക്കണേ BJP എന്താവും? BJPക്ക് സാധാരണ കിട്ടുന്നവർക്ക് വോട്ട് കിട്ടും. BJP 1-0 അല്ലേ? ഒലക്കയാണ് ആരുണ്ട്. ആരാണ് ഒലക്കനെ പറ്റി പറഞ്ഞത്? ബാപ്പുട്ടി. എന്താണ് ബാപ്പുട്ടിയാണ്? അഷ്റം ബാപ്പുട്ടിയോ? ബാപ്പുട്ടിയെ ഒലക്കുന്നോട്. അപ്പൊ നാട്ടില് പണ്ടത്തെ കാലത്തേക്ക് ഒലക്കണ്ടായിരുന്നു. ഇപ്പൊ എന്റെ കുട്ടികളോട് ഒലക്കാരൻ എന്താന്ന് ചോദിക്കും. അപ്പൊ എനിക്കും എനിക്കൊക്കെ ഒലക്കനെ പറ്റി അറിയും. അഷ്റഫ് റിപ്പൻ ഇതിന്റെ അടുത്താണോ? റിപ്പൻ ടീയുടെ ആ പാത്തിലെ ആളാണോ അഷ്റഫെ നിങ്ങള്? ഞാൻ വെറും റിപ്പൻ ടീന്റെ ആളാട്ടോ. വയനാട് പോയി കഴിഞ്ഞാൽ ഞാൻ സാധാരണ കുടിക്കുന്ന ചായ റിപ്പൻ ചായ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. അവിടെ പോവുകയാണെങ്കിൽ അത് വാങ്ങും. അത് കിട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വയനാട് വരുന്നുണ്ടോ വെച്ച് കഴിഞ്ഞാൽ വയനാട് ഇപ്പം റിയൽ എസ്റ്റേറ്റിൽ ലൈവ് വീഡിയോ ചെയ്യാൻ കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ ഞാൻ വരും. പിന്നെ അതുപോലെ ഒരുപാട് പ്രോപ്പർട്ടി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ എൻക്വയറി നടന്നുകൊണ്ടിരിക്കേണ്ട കസ്റ്റമർ കാണണം എന്ന് പറയുകയാണെങ്കിലും വരും. അങ്ങനെയാണ്. അതാണ് നമുക്ക് അഷറഫിനോട് പറയാനുള്ളത്. സദത്ത് അൻവർ സാദത്ത് ഇജിപ്പോൾ എവിടെ? ഇത് ഏത് അൻവർ സാദത്താണ്? നമ്മളെ മഞ്ഞപ്പെട്ടിയിൽ അൻവർ സാദത്താണോ? നിങ്ങൾ ഞാൻ ആവശ്യം പറയില്ലടാ ചങ്ങന്മാരെ. നമുക്ക് നമ്മുടേതായിട്ടുള്ള സംസ്കാരമില്ലടാ. ഇല്ലാത്ത ജന്തുക്കള്. നല്ല രീതിയിൽ എനിക്ക് കമന്റ് ഇട്ട് ഞാൻ വായിക്കും. നിങ്ങൾക്ക് നിങ്ങളെ പേരിൽ നിന്ന് കേട്ടൂടെ മറ്റുള്ള ആൾക്കാർക്ക് പറയുമ്പോ? വേലായുധേട്ടൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ മുത്തുമണി കുട്ടിപ്പാക്കാനെ സ്ഥാനാർത്ഥിയാക്കിയാലോ? സ്ഥാനാർത്ഥിക്ക് ആയിക്കഴിഞ്ഞില്ലേ? കുട്ടിപ്പാക്കൊക്കെ സ്ഥാനാർത്ഥിയായിട്ട് വന്നോളൂ. കുട്ടിപ്പാക്കം സുഖമല്ല, അതുകൊണ്ടാണ് നമ്മൾ ചാനലിൽ നിന്ന് കൊണ്ടുവരാത്തത്. പിന്നെ കമന്റ് ചെയ്താണെങ്കിൽ വായിക്കട്ടോ. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളിയും. നിലമ്പൂരിൽ ആര് ജയിക്കും എന്നതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അൻവറെ ഞാൻ ഫോൺ എടുക്കാത്ത എന്താ വെച്ചാൽ ഇപ്പൊ സൈലന്റ് ആക്കി. അല്ലാതൊന്നുമില്ല. നീ വിളിച്ചാ ഞാൻ എടുക്കൂലടാ. ഫോൺ ഇപ്പൊ എടുക്കൂല. അതൊക്കെ മിസ് കോളാ. അപ്പൊ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിസ് കോളാ. അത് ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടാവും. എന്താ ഫോൺ എടുക്കാത്തത്? അൻവർ സാദത്ത് ചോദിക്കുന്നു. അനു ഞാനിപ്പോ ഫോൺ എടുക്കൂല. അപ്പൊ ലൈവിലല്ലേ മുത്തേ? എനിക്ക് ലൈവിൽ ചോദിച്ചോ, കമന്റ് ചെയ്തിക്കോ, ഞാൻ ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നിനക്ക് എന്താ വേണ്ട എന്നോട് ഫോണിൽ സംസാരിച്ചോ, ഞാൻ നിനക്ക് റിപ്ലൈ തരാം. എന്റെ നമ്പറും എടുത്തുള്ളതല്ലേ? ഇനി ഇല്ലാത്തവരാണ് എഴുതിച്ചോ. 95 62 746 717. വാട്സപ്പിൽ മെസ്സേജ് വിട്ടോണ്ട് മാക്സിമം. ഫോൺ വിളിച്ചാൽ കൂടുതൽ തിരക്കായിരിക്കും. ഇപ്പൊ തന്നെ ഇപ്പൊ ഞാൻ കുറച്ച് സമയമായപ്പോ നോക്കും നിങ്ങൾ. ഇവിടെ 2 4 6 6 മിസ് കോൾ വന്നിട്ടുണ്ട് നിങ്ങൾ. ആണ് അവസ്ഥ. ഷാജി KC. ഏത് ഷാജിയാ? എന്താണ് കോപ്പു ഇരിക്കുന്നു? മലയാളത്തിൽ എഴുതിയാണ്. ഇംഗ്ലീഷ് എന്ന് എഴുതിയാൽ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതി. അല്ലെങ്കിൽ മംഗ്ലീഷും. ഓക്കെ. ഇനി എന്താ വേറെ എന്തൊക്കെയാ പറയാനുള്ളത്? പിന്നെ അപ്പൊ നിങ്ങൾ ചോദിക്കും സുനിൽകുമാർ ചോദിക്കുന്ന കുട്ടിപ്പാക്കൊക്കെ എന്ത് പറ്റി? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. വലിയൊരു അസുഖം പറയാനൊന്നുമില്ല. നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ബാപ്പു ആയിരം ഷൗക്കത്ത് ജയിക്കൂല എന്ന് പറയുന്നത്? ആയിരം ഷൗക്കത്ത് ജയിക്കൂല എന്ന് പറയാൻ കാരണമുണ്ട്. ജയിക്കൂല എന്ന് ഞാൻ പറയണില്ല. അതൊരു ഭാഗ്യമാണ്. കാരണം വെച്ചാൽ കേരളത്തിലെ എല്ലാ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഇന്ന് എവിടെയുണ്ട്? നിലമ്പൂരുണ്ട്. അപ്പോ ആയിരം ഷൗക്കത്ത് ജയിക്കണം എന്ന് കരുതിയിട്ട് ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നേതാക്കന്മാരൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ലീഗിനെ അത്രത്തോളം ചീത്ത പറഞ്ഞ ഒരു അച്ഛന്റെയും മോന്റെയും മുമ്പക്ക് ഈ ലീഗുകാർ വന്ന് കൈയും കാലും പിടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന ഒരാൾ ഇങ്ങനെ പച്ച തെറി പറയാം. ആ പച്ച തെറി പറയുന്ന ഞാൻ അവനെ പോയിട്ട് ജയിപ്പിക്കണം എന്ന് പറയണമെങ്കിൽ ഞാൻ അവിടെ താന്ന് കൂന്ന് കൊടുക്കുക എന്നാണ് അതിന് പറയാം. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ ലീഗിന്റെ അവസ്ഥ. സത്യം പറയണമെങ്കിൽ ആരാടം ഷൗക്കത്തിനെ ജയിപ്പിക്കേണ്ട സാഹചര്യം ലീഗിന് അത്രത്തോളം. വേറെ എത്രയോ MLA അല്ലെങ്കിൽ എത്രയോ നേതാക്കന്മാര് എവിടെ ഉണ്ട്? കേരളത്തിലുണ്ട്. ലീഗിനെ ഇത്രയും വ്യക്തിപരമായിട്ട് പറയുന്ന 2 നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ ആ നേതാവിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ലീഗ് ഇത്രത്തോളം കഠിനാധ്വാനം അവിടെ ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്ക് ജയിക്കുക എന്നുള്ളത് CPM-നോടുള്ള CPM-ന്റെ ഭരണവിരുദ്ധത ഉണ്ട് എന്ന് വരുത്തി തീർക്കലാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവര് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെ ഭരണം നന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചു എന്ന് പറയാനാണ് CPM-ന്റെ പോരാട്ടം. എന്നാൽ നമ്മുടെ മാണിക്കക്കല്ലിന്റെ പോരാട്ടം എന്തിനാ? നമ്മുടെ എന്താ പറയാ, അമ്പുഖാന്റെ പോരാട്ടം എന്തിനാന്ന് പറ. അമ്പുഖാന്റെ പോരാട്ടം ഞാൻ എന്താ കുളത്തുനിന്ന് എന്ന് പറയലോ, കുളത്തുനിന്ന് പോയും ചെയ്തു, തോട്ടക്ക് എത്തിയുമില്ല. ഇപ്പോ കടലിലും അല്ല കരയിലും അല്ല എന്നുള്ള അവസ്ഥയിലാണ് ആരുള്ളത്?
അൻവർ ഉള്ളത്. CPM പോവുകയും ചെയ്തു, UDF ഒക്കെ എത്തിയതുമില്ല. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജയം എന്നുള്ളത് അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയാണ്. ജയിക്കുക എന്നുള്ളത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വെല്ലുവിളിയാണ്. ജയിക്കാൻ വേണ്ടി അദ്ദേഹം എന്തും ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ നിലമ്പൂരിന് ഗുണമുണ്ട് എന്നുള്ളത് നിലമ്പൂർക്കാർ പറഞ്ഞിട്ടുണ്ട്. റിയാസ് പറയുന്നുണ്ട്, അൻവർ എന്ന ഈ മനുഷ്യനെ ജയിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. കുറെ പറഞ്ഞുണ്ടോ? കുറെ എഴുതിണ്ടോ? ഇത് കുറെ ഉണ്ടോ? ബാക്കി നിങ്ങൾ ആവശ്യമില്ല വായിച്ചോളി, ഒത്തിരി ഉണ്ട്. അപ്പൊ അടുത്തത് ഷമീം എന്താ പറയുന്നത്? ലീഗ് വ്യക്തിയല്ല, മുന്നണിയാണ് ജയിപ്പിക്കുന്നത്. അത് ലീഗിന്റെ കടമയാണ്, അത് നിറവേറ്റും. ഷമീമേ, ലീഗിനെ ഏറ്റവും കൂടുതൽ തെറി പറയുന്ന ഒരാളാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളത് ആര് മനസ്സിലാക്കണം? ഈ ലീഗ് മനസ്സിലാക്കണം. ആര്യാടൻ ഷൗക്കത്തിന്റെ ഉപ്പയായാലും ലീഗിന് അത്യാവശ്യം നല്ലതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അവർക്ക് ക്ലിപ്പ് മുഴുവനും എന്റെ അടുക്കുണ്ട്. മനസ്സിലുണ്ടോ? അതുപോലെ കേരളത്തില് ഇതുപോലെ വ്യക്തിഹത്യ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ലീഗിനെ ആക്ഷേപിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരും ഇല്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞ നിങ്ങള്? എന്റെ അറിവിലില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തായാലും അവിടെ ലീഗിന്റെയും UDFന്റെ ജയമാണെങ്കിൽ, കാരണം വെച്ചാല് കോട്ടയത്തുള്ള കുഞ്ഞുകുഞ്ഞിന്റെ മകൻ വരെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ ബാപ്പുട്ടി തോറ്റു കഴിഞ്ഞാൽ UDF കേരളത്തിലില്ല. പക്ഷെ അൻവർ അവിടെ ജയിച്ചു കഴിഞ്ഞാലാണ് രസം ഉണ്ടാവുക. കാരണം നിങ്ങൾ ഒരു സംഘടനാ വ്യവസ്ഥ ചെയ്യുന്നത്. UDF LDF എന്ന ഏകദേശം 20-25 ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികളുടെ ഒരു സംഘടനയാണ് LDF ആയാലും UDF ആയാലും. അൻവർ എന്ന ഒരൊറ്റ വ്യക്തിയാണ് മത്സരിക്കുന്നത്. അവിടെയാണ് വ്യത്യാസം. അപ്പൊ അവിടെ അൻവർ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി വോട്ടർമാരുണ്ട് നിലമ്പൂര്. മനസ്സിലാവുണ്ടോ? ഒരു തെറ്റ് ചെയ്ത് വാപ്പാക്കാൻ പറ്റുന്നവരുണ്ട് ഷമീമേ. എന്ത് തെറ്റാണ്? ആർക്ക് പറ്റുന്ന കാര്യം പറയുന്നത് ഷമീമേ? അപ്പൊ വിമർശിക്കുന്നവര് വിമർശിച്ചുകൊണ്ടേയിരിക്കും. ഇതിന്ന് എന്താ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്? സാധാരണ വോട്ടർമാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊക്കെ കുറച്ച് ആൾക്കാരെങ്കിലും പിന്നെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് പാർട്ടിയിലേക്കൊക്കെ പോകുമ്പോ സ്ഥാനമാനങ്ങൾ മോഹിക്കുന്നവരും ആഗ്രഹിക്കുന്നവരൊക്കെ ആയിരിക്കും അല്ലെ? അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളത്. അതും പ്രത്യേകിച്ച് കോൺഗ്രസില് ഇലക്ഷൻ വരുന്ന സമയത്താണ് മൊട്ടയടിക്കലും എതിർപ്പ് പറയലും ചീത്ത പറച്ചിലൊക്കെ. കോൺഗ്രസില് വെള്ള ഷർട്ട് കതർ ഷർട്ട് ഇട്ട ആൾക്കാരൊക്കെ സ്ഥാനം ആഗ്രഹിക്കുന്നവർ മാത്രമാണ് അല്ലെ? നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്ര നന്മക്കായിരിക്കണം. രാഷ്ട്ര നന്മക്കുള്ള രാഷ്ട്രീയമാണ് ഏറ്റവും ഭംഗി. അതിന്ന് ആർക്കെങ്കിലും ഉണ്ടോ? വികസനത്തിന്റെ ശബ്ദമായിരിക്കണം രാഷ്ട്രീയം പറയേണ്ടത്. വികസനത്തിന്റെ ശബ്ദം പറയുന്ന എത്ര രാഷ്ട്രീയക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ നിങ്ങൾ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ നിങ്ങൾ. ഇപ്പൊ നിലമ്പൂരിൽ തന്നെ വികസനത്തെ കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത്? ഒരിക്കലും അല്ല. ആണോ? മുമ്പ് എങ്ങനെയായിരുന്നു, ഞാൻ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് ഇന്നേ വരെ ആര് പറയുന്നില്ല? നമ്മുടെ അൻവർക്ക് പറയുന്നില്ല. അൻവർ വരുന്നതിന് മുമ്പുള്ള നിലമ്പൂരും അൻവർ വന്നതിന് ശേഷമുള്ള നിലമ്പൂരും ഇവരെന്താ ശരിക്കും ഒരു പിക്ചർ നമുക്ക് വിട്ടുതരാത്തത്? എല്ലാ സംവിധാനവും ഉണ്ടല്ലോന്ന് അല്ലെ? എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്തെല്ലാം പദ്ധതികൾ കൊണ്ടുവന്നു, ഞാൻ എന്തെല്ലാം നടപ്പാക്കി എന്ന് എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല? അപ്പോ സാധാരണക്കാരായ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു പാർട്ടിയുടെയും വോട്ട് ബാങ്കായി നിങ്ങൾ നിൽക്കരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്. ഞാൻ മരിക്കുന്നത് വരെ CPM ആണ്, മരിക്കുന്നത് വരെ ലീഗാണ്, എന്റെ വാപ്പ ലീഗായിരുന്നു, എന്റെ അച്ഛൻ എന്റെ CPM ആയിരുന്നു, കോൺഗ്രസ് ആയിരുന്നു എന്നുള്ള സംസാരം ഒരാളും സംസാരിക്കരുത്. നിങ്ങൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാം. നിലമ്പൂരിലെ രാഷ്ട്രീയക്കാരോടോ അല്ലെങ്കിൽ വോട്ടർമാരോടല്ല സുബൈർ പറഞ്ഞു, കേരളത്തിലെ എല്ലാ ഭാഗത്തിലും എല്ലാവരോടും പറയുന്നത്, ഏത് സ്ഥാനാർത്ഥി വരികയാണെങ്കിലും നിങ്ങൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാം. നിങ്ങളുടെ വോട്ട് ഒരു പാർട്ടിയുടെ വോട്ടായി പാർട്ടിക്കാർ നിങ്ങളെ വോട്ട് ബാങ്കാക്കി മാറ്റുക എന്നല്ലാതെ ഒരു പാർട്ടിക്കാരൻ നിങ്ങൾക്ക് ഒരു ചുക്കും തന്നിട്ടില്ല. നിങ്ങൾ പറയണ്ടോന്ന്? ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരു വീടിനെ പറ്റി പറയും, സാറേ എനിക്ക് വീടില്ല, ഞാൻ 4 വർഷമായി 5 വർഷമായി ഒരു ഷെഡിലാണെന്ന് പറയും. ഞങ്ങൾ ജയിക്കട്ടെ, ഞങ്ങളൊക്കെ ശരിയാക്കി തരുമെന്ന് പറയും. ഒരു കുന്തോ ശരിയാക്കി തരില്ല. നിങ്ങൾ അന്ന് ജയിച്ചു പോയ ആ സ്ഥാനാർത്ഥി പിന്നെ നിങ്ങളെ കണ്ടിട്ടില്ല, നിങ്ങളോട് മിണ്ടിയിട്ടില്ല, നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നിട്ടില്ല. നിനക്ക് എന്തെങ്കിലും വേണോ? നിനക്ക് പഞ്ചായത്ത് എന്തെങ്കിലും കിട്ടിയോ? നിനക്ക് വില്ലേജ് എന്തെങ്കിലും കിട്ടിയോ? നിനക്ക് കൃഷി ഭവൻ എന്തെങ്കിലും കിട്ടിയോ? നിനക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വേണോ എന്ന് ചോദിച്ച് ഏതെങ്കിലും ഒരു വാർഡ് മെമ്പറോ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോ നിന്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടില്ല. വിളിക്കൂല. വിളിച്ചിട്ടുണ്ടോ? വിളിക്കൂല. പിന്നെ ഇവന് ജയിച്ചാലുള്ള ആനുകൂല്യം എന്താണെന്ന് അറിയോ?
ഒരു MLA ആയി കഴിഞ്ഞാൽ ചെങ്ങന്മാരെ അവന് ആജീവനാന്ത പെൻഷൻ ഉണ്ട്. നിങ്ങൾക്കറിയോ? അത് അറിയോ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പോലെ തന്നെ ഒരു MLAക്കും ആജീവനാന്ത പെൻഷനാ. ഇവിടെ വോട്ട് ചെയ്യുന്ന നിനക്ക് എനിക്കും എന്ത് കുന്താ കിട്ടുന്നത്? നിന്നെ കുറെ ആൾക്കാർ സഖാവെന്ന് വിളിക്കും, സംഖ്യയെന്ന് വിളിക്കും, മൂരിയെന്ന് വിളിക്കും, കൊങ്കിയെന്ന് വിളിക്കും എന്നല്ലാതെ നിനക്ക് ആ ഇരട്ടപ്പേരും കൊണ്ട് ഇങ്ങനെ നടക്കാം. അല്ലാതെ എന്ത് കുന്താ നിനക്ക് കിട്ടാൻ പോകുന്നത്? ഒരു കുന്തം കിട്ടൂല. എനിക്കറിയുന്ന ഒരുപാട് വീടുകളുണ്ട്. ആ വീടുകളിൽ പലതും ഇന്നും പല സുഹൃത്തുക്കളും ഷെഡ് തന്നെയാ. ഏകദേശം 9 വർഷമായിട്ട് ഷെഡ് പാർക്കുന്ന ആൾക്കാർ എനിക്കറിയാം. 9 വർഷമായിട്ട്. അതായത് ഈ CPM ഭരിക്കൽ 2 പതിറ്റാണ്ടാവാൻ പോവാ. അല്ല, 1 പതിറ്റാണ്ടാവാൻ പോവാണ്. സോറി, 2 പതിറ്റാണ്ട് തെറ്റാടോ. 1 പതിറ്റാണ്ടാവാൻ പോവാണ്. 10 വർഷം ആവാൻ പോവാണ്. ഇപ്പോഴും അപ്പോഴും ഷെഡിൽ പാർക്കുന്ന ആൾക്കാരുണ്ട്. ഇതിന്റെ ഇടയിൽ 13 വർഷമായിട്ട് ഷെഡ് പാർക്കുന്ന ടീമിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾ വിവാദമാക്കിയതിന് ശേഷം അവർക്ക് വീട് കിട്ടി. ഏകദേശം നമ്മൾ ഈ ചാനൽ കൊണ്ട് ഏകദേശം 4-5 ആൾക്കാർക്ക് വീട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിവാദമാക്കി കൊടുക്കും. നമ്മൾ നല്ലതുപോലെ തെറിയും പറയാറുണ്ട്. പൊളിച്ച ചീത്ത പറയും. പൊളിച്ച ചീത്ത പറഞ്ഞാൽ അത് എന്തായാലും നമ്മൾ വീഡിയോ വൈറലായി ഇങ്ങനെ പോവല്ലേ. എന്നിട്ട് അത് ഭയങ്കര പ്രശ്നമാവും. ഒരു പ്രാവശ്യം വണ്ടൂർ പഞ്ചായത്തിനെ എതിരെ നല്ലതുപോലെ പറഞ്ഞിരുന്നു ഞാൻ. അതിനുശേഷം അതുപോലെ കാളയ പഞ്ചായത്തിനെ പറഞ്ഞു, ചോക്കാട് പഞ്ചായത്തിനെ. എന്നിട്ട് ചോക്കാട് പഞ്ചായത്തിലെ ലീഗിന്റെ ഒരാളെന്നെ വിളിച്ചിട്ട് നല്ലത് ഭീഷണിപ്പെടുത്തി. പോയി പണിയേക്കാൻ പറഞ്ഞു ഞാൻ. കാരണം നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ഒരു വാർഡ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വാർഡിന്റെ ഭരണാധികാരിയാണ്, അല്ലെ? ആ വാർഡിന്റെ ഭരണാധികാരിയാണ് അദ്ദേഹം. വാർഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ ആ വാർഡിലെ എല്ലാ കാര്യത്തിലും വിഷയങ്ങളിലും ഇടപെടണം. അതാണ് വാർഡ് മെമ്പർ. അവിടെയും ലീഗ് പരസ്പരം ഒരു കുറ്റം പറയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച്, വോട്ട് ചോദിക്കുമ്പോൾ പോലും അവർ വർഗീയത പറഞ്ഞാ വോട്ട് പിടിക്കുന്നത്. BJPക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ BJP നാട് നശിപ്പിക്കുമെന്ന് പറയും, അല്ലെ? ലീഗുകാരന് വോട്ട് ചെയ്യുകയാണെങ്കിൽ നീ മുസ്ലിംസിനെ കൊടുക്കണം, ലീഗുകാർക്ക് വോട്ട് എടുക്കുമെന്ന് പറയും. ആര്? ചില വ്യക്തികൾ. എന്നാൽ അതിൽപ്പെട്ട ഒരു വ്യക്തി ഞങ്ങളെ നാട്ടില് ഒരു പ്രാവശ്യം CPM-ഉം UDF-ഉം ഒരു മത്സരം ഉണ്ടായി. അതിൽപ്പെട്ട ഒരാള് ഒരു ഹൈന്ദവ സഹോദരനായിരുന്നു. ആ ഹൈന്ദവ സഹോദരനായ ആള് മത്സരിക്കുന്ന സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, വ്യക്തിനൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം ഒക്കെ ജീവിച്ചിരിപ്പുണ്ട് ഇപ്പൊ. അതുകൊണ്ട് അന്ന് എന്നോട് പ്രാവശ്യം പറഞ്ഞു, നിന്റെ വോട്ട് ആർക്കായിരിക്കും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ നിന്റെ ഫാദറൊക്കെ, എന്റെ ഫാമിലി മുഴുവൻ UDF ഫാമിലിയാണ്. ഞാൻ പറഞ്ഞു, എന്റെ ഫാമിലി UDF ഫാമിലി ആയിരുന്നു. UDF എന്താ എന്റെ വീട്ടിൽ കൊണ്ടു കൊടുത്ത് വെച്ചാൽ ഞാൻ അവരോട് ചോദിച്ചു, ഈ UDF ഫാമിലി ആയിട്ട് എന്റെ തറവാട്ടിക്ക് UDF കൊണ്ട് എന്ത് ഗുണമായിട്ടാണ് ചോദിച്ചാൽ ഒന്നും കിട്ടിയിട്ടില്ല. അവർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അവരിങ്ങനെ സുബൈർ ബാപ്പുന്റെ ഫാമിലി അത് വോട്ട് ചെയ്യാൻ കേട്ടോ, അത് ഉറപ്പാണ്, അത് നമുക്ക് ഉറച്ച വോട്ടാ. ഇവരിങ്ങനെ ഒരു തറവാട് ഇവർക്ക് എന്താ പറയുക, അധികാരത്തിൽ കയറാൻ വേണ്ടിയുള്ള ഓരോ സീറ്റാക്കി നമ്മൾ ഉറപ്പിച്ചിട്ടാ. നിങ്ങൾ ആലോചിച്ചത് ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ നിങ്ങൾ വോട്ട് കൊടുത്ത നേതാക്കന്മാർ ഇടപെടാറുണ്ടോ? വിളിച്ചാൽ വിളിപ്പുറത്തവരുണ്ടാവോ? ഉണ്ടാവില്ല. ഒരു കേസും കൊണ്ടാൻ വേണ്ടി വന്നാൽ ഇവരാരെങ്കിലും നമ്മൾ തിരിഞ്ഞു നോക്കൂല. നമ്മൾ ഓടേണ്ടി വരും, നമ്മൾ മണ്ടേണ്ടി വരും. ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? ചുക്കും ചെയ്യാൻ പറ്റില്ല. പിന്നെ കള്ളക്കേസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ പൊളിച്ചടികൾ കൊടുക്കും ചെയ്യില്ല. അപ്പൊ കള്ളക്കേസ് ഉണ്ടാക്കി എത്ര എനിക്കൊക്കെ കള്ളക്കേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പൊളിച്ചടിക്ക് കൂടും ഞാനൊക്കെ. മനസ്സിലാവുണ്ടോ? കള്ളക്കേസൊക്കെ ആർക്കും അതിനിപ്പോ CPM-മാരൊക്കെ അതിന് വളരെ അഗ്രഗണ്യന്മാരാണ് കള്ളക്കേസ് ഉണ്ടാക്കുന്ന കാര്യത്തില്. അതൊക്കെ നമ്മൾ പൊളിച്ചെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട. നമുക്കെതിരെ ഇപ്പൊ ഒരു കള്ളക്കേസ് ഉണ്ട്. അതൊക്കെ ഞാനിപ്പോ FIR ഒക്കെ ലിസ്റ്റ് ഞാൻ വായിക്കണ്ട്. സാഹചര്യമാവട്ടെ, സമയമാകുമ്പോൾ ഞാൻ FIR വായിക്കണ്ട. നല്ല രസമല്ല കള്ളക്കേസാണ്. അപ്പൊ ഞാൻ അവരുടെ സ്വാധീനം വെച്ചിട്ട് അതിൽ ജയിച്ചു പോവാന്നുണ്ടെങ്കിൽ മേലെ കൊടുക്കും. ഹൈക്കോടതി സുപ്രീം കോടതി വരെയായിട്ട് പോകണം. കള്ളക്കേസാണ് കൊടുത്തുള്ളത്. തെളിയിക്കാനോ ഒന്നിനും കഴിയില്ല. അപ്പൊ പോലീസിനെ വെച്ചിട്ട് കള്ളക്കേസ് ഉണ്ടാക്കാം. ആരെ കൊണ്ട് പറ്റും? അത് രാഷ്ട്രീയക്കാരെ കൊണ്ട്. അത് നമുക്ക് ജീവിതത്തിലെ അനുഭവം ഞാൻ പറഞ്ഞത്. വണ്ടൂരിൽ എനിക്കെതിരെ കള്ളക്കേസ് ഉണ്ട്. വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചോ. സുബൈർ ബാബുവിന്റെ എതിരെയുള്ള കള്ളക്കേസ് എന്ന് ചോദിച്ചു. അത് പോലീസുകാർക്ക് വണ്ടൂർ പോലീസ് വരെ തെളിയിക്കാത്ത കേസാണത്. ഇവര് രണ്ടാൾക്കാരെ സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കേസെടുക്കും. ഒരു 2 സാക്ഷിനെ കിട്ടിയാൽ മതി. ബാക്കി ഇവരെന്ത് ചെയ്യും? നേരെ കോടതികൾ വിടും. കോടതികൾ വിട്ടിട്ട് കോടതി നോക്കും. കോടതി എനിക്ക് ഇതുവരെ കോടതി സിറ്റിംഗിൽ വന്നു. പിന്നെ കോംപ്രമൈസ് ആക്കാൻ പറഞ്ഞു. ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല പറഞ്ഞു. നടക്കട്ടെ, കൂട്ടിലെടുത്ത് കയറട്ടെ, കള്ളക്കേസല്ലേ. അതെന്താന്നുള്ളതൊക്കെ ഇപ്പൊ പറയണില്ല. അപ്പൊ കോടതിയിൽ കൂട്ടിലെടുത്ത് കയറുമ്പോ അവിടുന്ന് ഉണ്ടാവും സംസാരം. അത് നമുക്ക് വക്കീലുണ്ടാവല്ലോ. നമ്മളെ വക്കീൽ വാദിച്ചിട്ട് തോൽക്കാന്നുണ്ടെങ്കിൽ നമുക്ക് മേലക്ക് പോകും. ഓര് ജയിക്കാന്നുണ്ടെങ്കിൽ അപ്പീലിന് പോലോ മേലക്ക് പോലോ നടത്തിച്ചാണ് തന്നെ തീരുമാനിച്ചത്. CPM-മാർ കൂടിയിട്ട് എനിക്കെതിരെ കൊടുത്ത കേസാ. അതും ഇവിടുത്തെ എന്റെ നാട്ടിലെ കാര്യപ്പെട്ട 2-3 ആൾക്കാർ കൂടി. പേരൊന്നും ഇപ്പൊ അവിടെ പറഞ്ഞില്ല. അതൊക്കെ ഞാൻ ആവശ്യം വന്നൊക്കെ പറയും. വ്യക്തമായ തെളിവുണ്ട്. അപ്പം അതിന് എന്തിനു പറ്റും? രാഷ്ട്രീയം കൊണ്ട് പറ്റും. കള്ളക്കേസ് ഉണ്ടാക്കാം, രാഷ്ട്രീയത്തിന് പറ്റും. അല്ലാതെ ഈ രാഷ്ട്രീയം കൊണ്ട് എന്ത് ഗുണമാണ് കിട്ടിയിട്ടുള്ളത്? നിങ്ങൾ പറ. ചില ആൾക്കാരെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? വളരെ വളരെ കുറഞ്ഞ ആൾക്കാർക്ക്. അതും കിട്ടൂല. കാരണം ചിലപ്പോൾ നമുക്ക് ഒരു വീട് കിട്ടണം. മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ ഒരു വീട്. ആ വീട് കിട്ടണമെങ്കിൽ എന്താണ്? ഒരു രാഷ്ട്രീയക്കാരൻ വിചാരിച്ചാൽ കിട്ടൂല അത്. പിന്നെ ആ കിട്ടിയത് ഒഴിവാക്കാൻ അവരെ കൊണ്ട് കഴിയും. അവരെ കൊണ്ട് കഴിയും. പിന്നെ ലൈഫ് മിഷനിൽ നമ്മള് എന്താണ് അക്ഷയ മുഖാന്തരമാണ് നമ്മൾ കൊടുക്കുന്നത് വീടിന്, അല്ലെ?
ആ വീട് വന്നത് തടയാനും മാറ്റിയാണ്ട് വേറെ കൊടുക്കാനും പറ്റും. പക്ഷെ അത് നമുക്ക് എന്താ, നമുക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് മേലേക്ക് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനും തീരുമാനമാകും. അതൊക്കെ ഇപ്പൊ നമ്മളെ സുഹൃത്തുണ്ട് അസിസ്ക, അദ്ദേഹം നമ്പർ 1 ആണ്, എന്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ വിഷയം വരുമ്പോൾ അദ്ദേഹം ഇടപെടുവെക്കും. കേസ് ഇങ്ങനെ വഴിവിട്ട് വീടില്ല ആൾക്കാർക്ക് വീട് കയറ്റിയ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്കറിഞ്ഞൊരു വീട്, ഒരു സ്ഥലപ്പേരൊന്നും പറയില്ല, കാരണം വെച്ചാൽ അതൊക്കെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതിനെ അവർ പറ്റുള്ളൂ. നല്ലൊരു ടൈലിട്ട് ഓടിട്ട വീട്, കേട്ടോ നിങ്ങള്, ഈ ടൈലിട്ട് ഓടിട്ട വീട് ഇവര് ഇത് സ്ഥലം വീടുണ്ടോ ഇല്ല അറിയാൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഏമാര് വരുമല്ലോ പഞ്ചായത്തിന്, അതിന്റെ ഇന്ന ദിവസം വരൂട്ടോ എന്ന് പറഞ്ഞാൽ തലേ ദിവസം JCB ഒന്ന് പൊളിച്ചട നേരത്തെ വരും. നമ്മുടെ നാട്ടിലെ സംഭവമാണ്. നല്ല ഓടിട്ട വീട്, ഒരു കംപ്ലൈന്റും ഇല്ലാത്ത വീട്, വേണമെങ്കിൽ അതുമ്പോ വാർക്കാം, അത്രയും നല്ല വീട്, ടൈലൊക്കെ ഇട്ട വീട് പൊളിച്ചട നേരത്തെ. ആ വ്യക്തിക്ക് ഇന്ന് ടെറസ് വീട്ടിൽ അവർ ജീവിക്കുന്നുണ്ട്. എന്നാൽ 100 കണക്കിന് ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ 100 കണക്കിന് SC ST വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ, എത്ര ആൾക്കാർക്ക് വീട് കിട്ടാവുന്നുണ്ട്? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോളാം. രാഷ്ട്രീയം ദുർവിനിയോഗമാണ് ചെയ്യുന്നത്. രാഷ്ട്ര നന്മയ്ക്ക് രാഷ്ട്രീയം ആരും ചെയ്യുന്നില്ല. സ്വന്തം നിലനിൽപ്പിനും സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കാനുമുള്ള ഒരു രാഷ്ട്രീയമാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലുണ്ടോ? അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കാം. രാഷ്ട്രീയം കൊണ്ട് നമുക്ക് ആർക്കും ഇതിട്ട് സ്വർഗത്ത് പോകാൻ പറ്റില്ല. എന്തായാലും അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. രാഷ്ട്രീയം കൊണ്ട് സ്വർഗത്ത് പോകാൻ പറ്റില്ല. നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് ബലിയാടാവരുത്. വേറെ ഒരു കാര്യം പറഞ്ഞത് വെച്ചാൽ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു മക്കളും ധർണിയിൽ പങ്കെടുത്ത് മരിച്ച ചരിത്രമല്ല. ഉണ്ടെങ്കിൽ പറയങ്ങളേ, കേരള രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാക്കന്മാരുടെ ഏതെങ്കിലും മക്കള് ഒരു ധർണയിൽ പങ്കെടുത്തിട്ടോ ഒരു ഹർത്താലിൽ പങ്കെടുത്തിട്ടോ ഒരു പ്രശ്നത്തിൽ പങ്കെടുത്തിട്ടോ മരിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇല്ല. അവരെന്താ ചെയ്യാ? നമ്മളെ ഇളക്കി വിടും. നമ്മൾ എന്താ വെച്ചാൽ അവരെ വിറക് കൊള്ളികളാണ്. രാഷ്ട്രീയക്കാരുടെ വിറക് കൊള്ളികളാണ് നമ്മൾ കത്തണം, നമ്മൾ കത്തിക്കണം, എന്നാൽ ഇവർക്ക് നിലനിൽപ്പുള്ളൂ. ഓരോ രാഷ്ട്രീയക്കാരന്റെയും മക്കള് പഠിക്കുന്നത് കേരളത്തിൽ, നിങ്ങൾ ആലോചിച്ചേക്കോ, കേരളത്തിൽ 140 MLA-മാരുണ്ട്. അവർക്കൊക്കെ മക്കളും ഉണ്ട്. അവർ MLA ആകുന്നതിന് മുമ്പുള്ള അവരുടെ ലൈഫും MLA ആയതിനു ശേഷമുള്ള അവരുടെ ലൈഫും, MLA ആകുന്നതിന് മുമ്പ് അവരുടെ മക്കളെ പഠിച്ചതും MLA ആയതിനു ശേഷം അവരുടെ മക്കൾ പഠിക്കുന്നതും നിങ്ങൾ നോക്ക്. എന്ത് മാറ്റാണ് അവരെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് നിങ്ങൾ നോക്ക്. അപ്പൊ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പുതുതലമുറയോട് എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. ഒരാൾ നിനക്കൊരു സ്ഥാനം തന്നില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കും വേണ്ട. ഒരു രാഷ്ട്രീയത്തിൽ നിനക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടിയെന്ന് കരുതി നീ വലിയ ആളുമല്ല. ഒരു രാഷ്ട്രീയക്കാരന് ചെയ്യാൻ പറ്റാത്തത് ഒരു പൊതുപ്രവർത്തകൻ ചെയ്യാറുണ്ട്. എത്രയോ പൊതുപ്രവർത്തകർ, കേരളത്തിൽ നിന്ന് എത്രയോ പൊതുപ്രവർത്തകർ, രാഷ്ട്രീയവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പൊതുപ്രവർത്തകർ ചെയ്യാറുണ്ട്. നീ ബിസിനസ് ചെയ്യ്, നീ ജോലി ചെയ്യ്, നീ ബിസിനസ് ചെയ്യ്, നീ സമ്പാദിക്ക്. അതിന്ന് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് നീ പാവങ്ങളെ സഹായിച്ച് മുന്നോട്ട് പോ. രാഷ്ട്രീയക്കാരൻ നിനക്ക് ഒന്നും ചെയ്തിരില്ല. പിന്നെ ചില ആൾക്കാർ എന്തിനാണ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതെന്ന് ചോദിക്കും. ഒരു തണല്. ചിലപ്പോൾ ചില രാഷ്ട്രീയക്കാരെ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാനൊക്കെ BJP രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള കാരണം എന്താ? നമുക്ക് CPM പറഞ്ഞ രാഷ്ട്രീയത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു മുറിവ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു കള്ളക്കേസ് എനിക്കെതിരെ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷമാണ് ഞാൻ BJP എന്ന പ്രസ്ഥാനത്തേക്ക് വന്നത്. രാഷ്ട്രീയപരമായിട്ട് എന്നെ അറ്റാക്ക് ചെയ്തപ്പോൾ രാഷ്ട്രീയപരമായിട്ട് തന്നെ തിരിച്ചടിക്കണം. അപ്പൊ നമുക്ക് രാഷ്ട്രീയ ആവശ്യമാണ്. മനസ്സിലാവുണ്ടോ? അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മളൊപ്പം നിൽക്കുന്ന പാർട്ടി ആരാണോ അതിലേക്ക് പോകണം. ഞാനൊക്കെ എന്റെ ഒരു 40 വയസ്സ് വരെ സത്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല. കള്ളക്കേസിൽ കൊടുക്കുന്ന ചില സാഹചര്യം നമുക്ക് വരും. നമ്മൾ ചിലപ്പോൾ ചില സാഹചര്യം ഒന്നും ആയിത്തീരുന്നതാണ്. നമ്മൾ ആഗ്രഹിക്കാതെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകും. ഞാനൊരിക്കലും ഒരു പൊളിറ്റീഷ്യൻ ആവണമെന്നോ ഒരു പൊളിറ്റിക്സ് പാർട്ടിക്ക് വരണമെന്നോ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കണമെന്നോ ഒരിക്കലും ഉറങ്ങുന്ന ഉറക്കത്തിന് കരുതിയിട്ടില്ല. എനിക്ക് എല്ലാ രാഷ്ട്രീയക്കാരോടും, കാരണം ഞാൻ അതൊക്കെ അകലത്തുനിന്ന് കണ്ട് മനസ്സിലാക്കുന്നതാണ്. പക്ഷെ എനിക്ക് പിന്നെ എന്തിനാ നീ നിനക്ക് CPM-ൽ നിന്നൊരു പ്രശ്നം വന്നപ്പോൾ എന്തിനു നീ BJP-യെ തെരഞ്ഞെടുത്തു എന്ന് ചോദിക്കുമ്പോൾ, CPM-ന് കുറച്ച് പേരുകൾ BJP-നെയാണ്. UDF-ഉം LDF-ഉം ബായി ആണല്ലോ. അതിൽ വലിയ കഥയൊന്നുമില്ല. പുറത്തുനിന്ന് പോയ തോട്ടുക്കും തോട്ടുന്ന പോയ കുളത്തുക്കല്ലേ. അപ്പൊ എന്താ വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരാണ് അറ്റാക്ക് ചെയ്യുന്നത്, നമ്മളെ രാഷ്ട്രീയപരമായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് രാഷ്ട്രീയക്കാരൻ നിർബന്ധമാണ്. ആണോ അല്ലേ? ഞാൻ അങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ചായ്വിലേക്ക് മാറാൻ കാരണം. അത് കരുതി നമ്മൾ അങ്ങനെ ഒരു വലിയൊരു രാഷ്ട്രീയ നേതാവായിട്ട് നിന്നിട്ടുമില്ല. കാരണം സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. പൊതുവെ തേടി വരുന്ന സ്ഥാനങ്ങൾ മാത്രം സ്വീകരിക്കുക, സ്ഥാനത്തിന് വേണ്ടി മാത്രം അങ്ങോട്ട് പോകുന്ന ആ ഒരു സിസ്റ്റം എനിക്കില്ല. അങ്ങനെ എനിക്ക് എവിടെ എത്തായിരുന്നു. ഇഷ്ടംപോലെ അവസരം കിട്ടിയ BJP തന്നെ, ഞാൻ പോയിട്ടില്ല. പല പല അവസരങ്ങൾ വന്നാണ്. അതൊന്നും വലിയ കഥയല്ല. നമ്മളെ തേടി വരുമ്പോഴാണ് നമുക്ക് ഇന്ന കഴിവുണ്ട്, അവന് ആ സ്ഥാനം കൊടുത്താൽ കുഴപ്പമില്ലാന്ന് നമ്മളെ മുതിർന്ന ആൾക്കാർക്ക് തോന്നുമ്പോൾ മാത്രം നമ്മൾ എന്തൊരു സ്ഥാനം ഏറ്റെടുക്കാവൂ. ഒരു പള്ളി പ്രസിഡന്റ് ആയാലും, ഒരു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ആയാലും,
അതിന് ഷർത്തിന്റെ കമ്മിറ്റി പ്രസിഡന്റ് ആയാലും ഏതായാലും ശരി, നമ്മൾ സ്ഥാനങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല. നമുക്ക് അർഹിക്കുന്ന സ്ഥാനമാണെങ്കിൽ അത് നമ്മളെ തേടി വന്നിരിക്കും. മനസ്സിലാവണ്ട നിങ്ങൾക്ക്? അപ്പൊ എനിക്ക് എന്റെ കുഞ്ഞുമക്കളോട് പറയാനുള്ളതാണ്, ജീവിതത്തില് നമ്മളുടേതായിട്ടുള്ള ഐഡന്റിറ്റി കണ്ടുപിടിക്കുക. നമ്മൾ ആരാണെന്ന് നമ്മൾ ഈ സമൂഹത്തിന് കാണിക്കണം. നിനക്ക് നിന്റേതായിട്ടുള്ള ലേബിൾ ഉണ്ടാവണം, നിനക്ക് നിന്റേതായിട്ടുള്ള ഐഡന്റിറ്റി വേണം. അതിനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ബോച്ചെ അല്ലെ, ബോച്ചെ എന്ന ഒരു ഓമന പേര്, ബോബി ചെമ്മന്നൂർ എന്ന പേരിന്റെ ഷോർട്ട് കട്ടാണ് ബോച്ചെ അല്ലെ. ബോബിയുടെ BO, ചെമ്മന്നൂരിന്റെ CH അല്ലെ, അങ്ങനെയാണ് ബോച്ചെ വരുന്നത്. അപ്പൊ അവൻ പേരിലെ ഷോർട്ട് കട്ടുമായി ഇനിഷ്യൽ ഷോർട്ട് ബോച്ചെ. അദ്ദേഹത്തിന്റെ പ്രശ്നം ഉണ്ടാക്കാൻ വരും ചെയ്യും. അത് കാലഘട്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാല്, ഹലാല് എന്ന വാക്കിന്റെ അർത്ഥം അനുവദനീയം എന്നാണ്. അതുപോലെ എന്താ പറയാ, ഇപ്പൊ ഇതിനകത്ത് കണ്ടു കമന്റ് ചെയ്യാൻ എന്താണ് ഒരു വാക്കുകൂടി ഉപയോഗിക്കാറുണ്ടല്ലോ, ജിഹാദ് ഹലാല്. ഇതിന്റെ അർത്ഥം ശരിക്കും ഇവർ കണ്ടുപിടിക്കാൻ അറിയില്ല. ഇത് ദുർവ്യാഖ്യാനം നടത്തുന്ന ആൾക്കാർക്ക് ഇതിന്റെ അർത്ഥം അറിയില്ല. ഇപ്പൊ വക്കീല് പറഞ്ഞ എന്താ, വക്കീല് പറഞ്ഞ മലയാളത്തിൽ വക്കീല്, പക്ഷെ അത് ഏതാ വാക്ക്? അറബി വാക്കാണ്. വക്കീല് തന്നെ അറബി പറഞ്ഞത്. കലം എന്ന് പറയുന്നത് പേന അല്ലെ ഹിന്ദിയില്, അത് ഹിന്ദിയിൽ പറഞ്ഞ അറബി വാക്കല്ലേ കലം. കുർസി, ഇതൊക്കെ ഏതാ വാക്കുകള്? അപ്പൊ ഈ രണ്ടിന്റെയും ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ പറഞ്ഞു തുടങ്ങിയ വിഷയം വേറെയാണ്, അപ്പൊ അവസാനിക്കുന്ന വിഷയം വേറെ ആവട്ടെ. അപ്പൊ ജിഹാദ് എന്താണ്? സമർപ്പണം എന്നർത്ഥമാണ്, ഇതിനർത്ഥമുള്ളൂ. അത് ഞാൻ ജിഹാദ് ആയി മാറാണ്, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് സമർപ്പണം. മൈ അല്ലാഹ്കെ ജിഹാദ് ഓരായ എന്ന് പറയും അല്ലെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ സമർപ്പിക്കാണ്. മരിക്കുക എന്നതിനർത്ഥം കൊല്ലുക എന്നതിനർത്ഥം ഇല്ല. ഞാൻ എന്റെ ശരീരത്തെ ജിഹാദാക്കാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ ശരീരത്തെ ഇല്ലായ്മ ചെയ്യാന്നാണ് അർത്ഥം? അല്ല, അവിടെയാണ് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും എന്തില്ല, അത് ഞാൻ ഇല്ലായ്മ ചെയ്യാ എന്ന അർത്ഥമല്ല, കൊല്ല എന്നുള്ള അർത്ഥമല്ല. ഇപ്പൊ ഇവരെ എന്തൊക്കെ ജിഹാദിനെ പറ്റി പറയുന്നുണ്ട്, ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ഒരു പള്ളിയിലച്ചൻ പറഞ്ഞാണ്. ലവ് ജിഹാദ്, ഇത് പ്രേമിച്ചുകൊണ്ട് വശീകരിക്കുക എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതൊരു ജിഹാദ് ആയിട്ടാണ് കാണുന്നത്. ഇസ്ലാമിൽ പ്രേമം പാടനല്ല. ഒരു പെണ്ണിനെ, ഇസ്ലാമിന്റെ നിയമം അറിയുന്ന ആൾക്കാർ പറയുകയാണെങ്കിൽ, ഒരു സ്വന്തം തന്റേതായിട്ടല്ലാത്ത ഒരു പെണ്ണിനെ നോക്കുന്നവന് അവന്റെ കണ്ണ് നരകത്തിലാണെന്നാ പറയുന്നത്. പിന്നെ ഇങ്ങനെ ലവ് ജിഹാദ് ചെയ്യാം ഇസ്ലാം പറയുന്നത് ഉണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല. അന്യ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ അന്യൻ പെണ്ണ്, മുസ്ലിം മതത്തിൽപ്പെട്ടാവട്ടെ അന്യ മതത്തിൽപ്പെട്ടാവട്ടെ, ഏതൊരു പെണ്ണായെങ്കിലും ശരി, ആ പെണ്ണിനെ നോക്കൽ പോലും തെറ്റാണ്, ഹറാമാണ്. ഇപ്പൊ ഞാന് റോഡിൽ പോവാണ്, ഒരാൾ ഇങ്ങോട്ടും വരും, മറ്റൊരാൾ അങ്ങോട്ടും പോകണ്ടിക്കോ, രണ്ടാളും പോവാ. ഞാനൊരു പെണ്ണിനെ ജസ്റ്റ് നോക്കാൻ വേണ്ടി, മനസ്സിലാകാൻ വേണ്ടി ഒന്ന് നോക്കി, പക്ഷെ എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. രണ്ടാമത് ഒരു നോട്ടോടി നോക്കാം, മൂന്നാമത് നോക്കാൻ പാടില്ല എന്നാണ്. എന്നിട്ടാണ് ഇവർ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ്. ഈ ഇന്ത്യ രാജ്യത്ത് ഇത്രയും പല ഭാഷകളുണ്ട്, പല ഭാഷകളിലും പല അർത്ഥങ്ങളാണ് വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധി വേണ്ടേ? ഇല്ല, വിവരം പറഞ്ഞ സംഗതി ഉണ്ടല്ലേ. അപ്പൊ അതില് പിന്നെ സംഘപരിവാറിൽപ്പെട്ട അല്ലെങ്കിൽ BJPയിൽപ്പെട്ട കുറച്ച് നേതാക്കന്മാരും അതിന് എന്താണ് സപ്പോർട്ടാണ്. തുപ്പൽ ജിഹാദ്, തുപ്പലേ അതിന്റെ ഇംഗ്ലീഷ് അവർക്ക് അറിയായിട്ടായിരിക്കും. തമാശ പറയില്ല. അപ്പോ അങ്ങനെ പല പല കോമഡികൾ ഉണ്ടാവാറുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഏത് ഭാഷകൾ നമ്മൾ പഠിക്കണം. ഇപ്പൊ സംസ്കൃതത്തിൽ നമുക്കറിയാത്ത കുറെ തത്വങ്ങളുണ്ട്, നമുക്ക് അറിയുന്നതുമുണ്ട്. നമുക്ക് അറിയാത്തതാണെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കാം. ഹോം എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളാണ് പറയുന്നത്. അത് ജസ്റ്റ് ഹോം എന്നാണ്, പക്ഷെ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിനകത്ത്. അതുപോലെ ചില ആൾക്കാർ അസ്സലാമലൈക്കും എന്ന് പറയും. കുറെ ഹൈന്ദവ സഹോദരങ്ങൾ അസ്സലാമലൈക്കും ഇങ്ങോട്ട് പറയാറുണ്ട്, പക്ഷെ അവരെ ഉച്ചാരണം നമുക്ക് മനസ്സിലാവും, അവര് ഹൈന്ദവരാണെന്നുള്ളത്. മുസ്ലിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും കേട്ടോ, കാരണം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ അസ്സലാമലൈക്കും എന്ന് പറയുമ്പോൾ അതിന് വ്യത്യാസങ്ങൾ കാണും. ശരിക്കും അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പൊ വാലൈക്കും അസ്സലാം എന്ന് പറയും. തിരിച്ച് നിങ്ങൾക്കും അതുപോലെ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാണ്. വാലൈക്കും അസ്സലാം, നിങ്ങൾക്കും എന്നെ പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്കും അതുപോലെ, സെയിം ടു എന്ന് പറയില്ലേ, അത്ര തന്നെ വാലൈക്കും അസ്സലാം എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതുപോലും വലിയൊരു പാപമായിട്ട് കരുതാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഹലാല്, ഹറാമ്, കറാത്ത്, ഇതൊക്കെ ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും ബുക്ക് സ്റ്റാളിൽ. പേര് ചോദിച്ചതിന്റെ ബുക്ക്, പിന്നെ 1ാം ക്ലാസ്സിലെ ബുക്ക്, 2ാം ക്ലാസ്സിലെ ബുക്ക് എന്നൊക്കെ പോയിട്ട് നിങ്ങൾക്കും ചോദിക്കാം, നിങ്ങൾക്കും വാങ്ങാം. അതുപോലെ മുസ്ലിങ്ങൾക്കും പഠിക്കാം, ഭഗവത്ഗീത നമുക്കും പഠിക്കാം. ഒരു ഹൈന്ദവനും പറയില്ല ഒരു മുസ്ലിമാന് നീ ഭഗവത്ഗീത പഠിക്കാൻ പാടില്ല അല്ലെങ്കിൽ ബൈബിൾ പഠിക്കാൻ പാടില്ല എന്ന് ഒരു ക്രിസ്ത്യാനിയും പറയില്ല നിന്നോട്. നീ അറിവ് നേടടോ, അറിവ് നേടിയിട്ട് നീ വളരാൻ നോക്ക്.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ മാത്രമാണ് പഠിപ്പിക്കാതെ നിർത്തുന്നത്. മുസ്ലിങ്ങളായ ആൾക്കാരോട് ഞാൻ പറയുന്നത്, നമ്മളെ മാത്രമാണ് വിഡ്ഢികളാക്കി നിർത്തുന്നത്. നിങ്ങൾ ആലോചിച്ചു, സമദാനിയെ നിങ്ങൾക്കറിയില്ലേ? നമ്മുടെ അബ്ദുൽ സമദ് സമദാനി MBA. അദ്ദേഹത്തിന് എത്ര ഭാഷ അറിയാം നിങ്ങൾക്കറിയോ? അദ്ദേഹം ബൈബിൾ അറിയും, അദ്ദേഹം ഭഗവത്ഗീത നന്നായിട്ട് അറിയും, ഇല്ലേ? സംസ്കൃതം നന്നായിട്ട് സംസാരിക്കും അദ്ദേഹം, ഇല്ലേ? എന്നാൽ ഈ സംസ്കൃതത്തില് നിന്റെ മകനെയോ എന്റെ മകനെയോ ഒരു സംസ്കൃത ക്ലാസ്സിൽ ആരും ചേർക്കോ? ചേർക്കില്ല, തയ്യാറാവില്ല അതിന്. പക്ഷെ പഠിപ്പിക്കണം. നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിച്ചാലേ പഠിക്കൂ. നമ്മൾ വളർത്തണം, വളരണം. നമുക്ക് ഏതൊന്നിനെയാണോ നമ്മൾ ഭയക്കുന്നത് അത് നമ്മളിലേക്ക് വന്നു ചേരുന്നാ പറയുന്നത്. നമ്മൾ ഏതൊന്നിനെയാണോ ഭയക്കുന്നത് അത് നമ്മളിലേക്ക് വന്നു ചേരും. നമ്മൾ മുസ്ലിങ്ങൾ എന്തിനു പഠിക്കുന്നു? മുസ്ലിങ്ങൾ എന്താ നമ്മൾ ഒന്നും ചെയ്യില്ല. നമ്മൾ ക്രിസ്ത്യൻസിന് എന്തിനു പഠിക്കുന്നു? അവരെന്താ ചെയ്യും? നമ്മളൊന്നും ചെയ്യില്ല. നമ്മൾ ഹൈന്ദവരെന്തിനു പഠിക്കുന്നത്? അവരെന്തെങ്കിലും ചെയ്യും? നമ്മളൊന്നും ചെയ്യില്ല. പിന്നെ ഈ രാഷ്ട്രീയക്കാർ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കും, അവര് സംഘികളാണ്, അവർ പേടിക്കണം, അവർ ഗുജറാത്തിൽ വെട്ടിക്കൊന്നില്ലേ, ഗുജറാത്തിൽ കൂട്ടക്കൊല നടത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞു ഇവര് പച്ചാന്നോണ പറഞ്ഞ പാവങ്ങളെ അങ്ങോട്ട് ഇഞ്ചക്ഷൻ ചെയ്ത് വിടും. ഇത് നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. നിങ്ങൾക്കറിയാം, ഞാനൊരു കാര്യം പറയട്ടെ കേട്ടോ. ഞാൻ പറയാലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഏകദേശം ഒരു 4-5 വർഷമായിട്ടുള്ളൂ ഞാനിപ്പോൾ ഒരു സംഘപരിവാർ അനുഭാവി അല്ലെങ്കിൽ BJP അനുഭാവിയായിട്ട് നിൽക്കുന്നത് 4-5 വർഷമായിട്ടുള്ളൂ. പക്ഷേ എന്റേത് പലപ്പോഴും ഞാൻ BJP-കാരായ ആൾക്കാരെ ചേട്ടൻ കടയിൽ വിളിച്ചു പറഞ്ഞ ആളാണ്. അപ്പൊ എന്റെ രാഷ്ട്രീയം എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു അനുഭവം പറയുന്നത് അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഓക്കെ, ശരി, ബൈ. നേരം കുറേയായി.